ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏറ്റവും കൂടുതൽ കാശ് മുടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാശ് ചിലവാകുന്ന കേസാണ് നമ്മുടെ ഈ ബമ്പർ മോഡിഫൈ ചെയ്യുന്നത്. അതായത് ബമ്പറിൻ്റെ മേഷ് ചെയ്ത അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുന്ന സ്പോർട്ടി ബമ്പറൊക്കെ ആക്കുന്നത് ഭയങ്കര ചിലവേറിയ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മെനക്കെട് വേണമെങ്കിൽ നമ്മുടേതായ രീതിയിൽ നമുക്ക് തന്നെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിൻ്റെ അപ്പം ഡീറ്റെയിൽസ് എല്ലാം കുറവാണ്, ആൾക്കാർക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് കുറച്ച് പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ 10-5 മാക്സിമം പോയിട്ട് 500 രൂപ ചിലവ് പോലും ആകത്തില്ല. അതിനുള്ളിൽ നമ്മൾ ഈ 10,000-10,000 രൂപ കൊടുത്ത് ചെയ്യുന്ന ഈ ബമ്പർ ഗ്രിൽ മോഡിഫിക്കേഷന്, അതായത് ബമ്പർ മേഷ് ഗ്രിൽ മോഡിഫിക്കേഷന് നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ട് എടുക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പം ബമ്പർ അഴിച്ചു വെച്ചിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ബമ്പർ അഴിക്കാൻ അറിയത്തില്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബമ്പർ അഴിക്കുന്ന വിധമൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നീഷ്യനെ കൊണ്ട് തന്നെ ബമ്പർ അഴിച്ചാൽ മതിയാകും. അപ്പോൾ നമ്മുടെ ആദ്യ ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന ഈ അകത്ത് കാണുന്ന ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയണം. നമുക്കിതിന് ഒന്നെങ്കിൽ ഗ്ലാസ് ബ്ലേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിന് കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ഫുള്ള് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കപ്പോൾ ഇത് ഓരോ സെക്ഷനായിട്ട് ഓരോ സൈഡിൽ നിന്ന് നമുക്ക് ഫുള്ളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആസ്ലവേഡ് ഉപയോഗിച്ചാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ അതേപോലെ ചേർത്ത് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും ക്ലോസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ പ്ലേറ്റ് വെക്കുന്ന ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഓരോ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടെയാണ് നമ്മൾ നമ്പർ വെക്കുന്നത്. അപ്പോൾ നമ്പർ വെക്കുന്ന ഈ പാർട്ട് കട്ട് കളയാതെ അതിൻ്റെ ചുവടുള്ള അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ആസ്ലവേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. ബാക്കി എല്ലാ ഭാഗവും നമുക്ക് ചുറ്റും മേൽ ടോപ്പും സൈഡും എല്ലാം കട്ട് ചെയ്ത് കളയും. നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ പീസ്. ഇത് നമുക്ക് എടുത്ത് കളഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്തെടുക്കുമ്പം ഇതേപോലെ ഈ ബമ്പറിൻ്റെ സൈഡിൽ ഹോൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഫുള്ള് ഹോൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോൾ അടയ്ക്കുകയാണ്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ MC വെച്ച് അടയ്ക്കാം, അല്ലെങ്കിൽ പുട്ടി വെച്ച് തന്നെ എന്തെങ്കിലും പുറകിൽ മറച്ച് വെച്ചുകൊണ്ട് നമുക്ക് പുട്ടി വെച്ച് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് MC വെച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടി വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ബോഡി ഫില്ലറിൻ്റെ പുട്ടിയാണ്. ഇതാണ് ഏറ്റവും റേറ്റ് കുറഞ്ഞ പുട്ടി. ഇത് ഏകദേശം 120 രൂപയുള്ളൂ. ഇത് എല്ലാ പെയിൻറ്റ് ഷോപ്പിലും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇത് പുട്ടി ജോയിൻ്റ് ആകാനുള്ള പേസ്റ്റ് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ഏകദേശം 100 രൂപ താഴെ ആകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യ ഘട്ടം നോക്കുന്ന പുട്ടിയാണ്. പുട്ടി നന്നായിട്ട് ഏതെങ്കിലും ഒന്നെങ്കിൽ ടൈൽസോ അല്ലെങ്കിൽ നല്ല മിനുസോ ഉള്ള ഏതെങ്കിലും ഒരു പ്രതലത്തിലോട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ഈ പേസ്റ്റ് ഇത് സെറ്റാകാനുള്ളതാണ്, അതായത് പുട്ടി സെറ്റാകാനുള്ള പേസ്റ്റാണ്. അതുകൊണ്ട് ഇത് കുറച്ച് മാത്രം തേക്കുക. ഒത്തിരി തേച്ചിട്ടുണ്ടെങ്കിൽ പുട്ടി പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ തേച്ച അല്ലെങ്കിൽ നമ്മുടെ ഈ ഹോളുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കാം. ഞാനിവിടെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരെ പുട്ടി തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അതായത് പുറകിൽ ഒരു ചെറിയ പേപ്പർ പീസ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ സാൻഡ് പേപ്പറിൻ്റെ ഇതാണ് ഉപയോഗിക്കുന്നത്. അതൊരു കട്ടിയുള്ള പ്രതലമായതുകൊണ്ട് അത് തന്നെ പുറകെ പിടിച്ചുകൊണ്ട് നമ്മുടെ അത് നേരെ പുട്ടി തേച്ച് ലെവൽ ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഹോളുകളിൽ രണ്ടും പുട്ടി തേച്ച് ലെവൽ ചെയ്യുന്നു. ബാക്കിലൊരു പേപ്പർ ഒട്ടിച്ചുകൊണ്ട് ഇതിന് പകരം നമുക്ക് MC ഇതേപോലെ പുറകിൽ ചെറിയ കമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പീസോ അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ണമോ പിടിച്ചുകൊണ്ട് MC തേച്ച് പിടിപ്പിക്കാം. MC തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞ് നേരെ പുട്ടിയിട്ടാലും മതി. അപ്പം ഞാനിപ്പോൾ എളുപ്പം എന്നുള്ളതും ഇതിങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. പുട്ടിയിട്ട് ലെവലാക്കിയിട്ടുണ്ട്. ഏകദേശം ഇത് ഭയങ്കര ഇറഗുലർ ഷേപ്പിലാണ് ഇപ്പം കിടക്കുന്നത്. ഇത് നമ്മൾ കംപ്ലീറ്റ് സാൻഡ് പേപ്പർ വെള്ളം കൂട്ടി പിടിച്ച് വാട്ടർ സാൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ലെവൽ ചെയ്ത് ഷേപ്പ് ആക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ നല്ല പണിയാണ് ഇപ്പം ഇത് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളിപ്പം MC വെച്ച് ചെയ്യുന്നതന്നെയായിരിക്കും ഏറ്റവും എളുപ്പം. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലെവലായിട്ടപ്പം പുട്ടി ലെവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് സാൻഡ് പേപ്പർ വെച്ച് കുറച്ച് ലെവലാക്കുകയാണ്.
ഞാൻ ഈ പുട്ടി ഇടുന്നതിൽ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഇത് പുട്ടി തേച്ച് ലെവൽ ചെയ്യേണ്ടത് നല്ലൊരു വലിയ കടമയായിട്ട് എനിക്ക് തോന്നി. അപ്പം നന്നായിട്ട് ലെവൽ ചെയ്ത് തന്നെ ആദ്യം തന്നെ പുട്ടി ഇടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഫുൾ ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നന്നായിട്ട് ഉറച്ച് ഫിനിഷ് ചെയ്യേണ്ട ഒരവസ്ഥയിലോട്ട് വരും. നമ്മൾ ഉപയോഗിക്കുന്ന മേഷ് ഇതാണ്. ഇത് സാധാരണ മെറ്റൽ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന സാധാരണ അലുമിനിയത്തിൻ്റെ ഒരു ഗ്രില്ല് മാത്രമാണ് കിട്ടുന്ന. എല്ലായിടത്തും ചോദിച്ചിട്ടുണ്ട്, ഒരുമാതിരിപ്പെട്ട മെറ്റൽ ഷോപ്പിലെല്ലാം ഇത് കാണും. അപ്പോൾ നമ്മളിത് മേടിക്കുക, നമ്മുടെ ബമ്പർ തിരിച്ച് വെച്ച് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ചെറുതായിട്ട് പിടിച്ചാൽ വളഞ്ഞു പോകുന്ന രീതിയിലുള്ള മേഷാണ്. അപ്പോൾ നമ്മളിത് മാക്സിമം അതിൻ്റെ ഷേപ്പിലോട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കട്ട് ചെയ്യും കൂടെ ചെയ്യുന്നത് വീഡിയോ കാണിക്കാത്ത വീഡിയോത്തിൽ എന്തായി പോകുന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. മാറ്റ് ബ്ലാക്ക് പെയിൻറ്റാണ് ഞാൻ ഉപയോഗിച്ചത്. അതേപോലെ തന്നെ ഇനി നമ്മുടെ മേഷ് ഇത് നേരെ നമ്മുടെ ഗ്രില്ലിൻ്റെ ഹോളുള്ള സെറ്റാക്കിയ ഭാഗത്തോട്ട് നമ്മൾ ഇറക്കി വെച്ചിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന MC-യിലാണ്. ഇതിൻ്റെ 2 കോമ്പൗണ്ട് ഉണ്ട്. MC-യിൽ മേടിക്കുമ്പോൾ ചെറിയ ഇത് MC-യിൽ മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ 2 കോമ്പൗണ്ടോട് മിക്സ് ചെയ്ത് നമ്മുടെ ഗ്യാപ്പുള്ള ഭാഗങ്ങളിൽ ഇത് ചുമ്മാ വളച്ച് വെക്കുമ്പോൾ തന്നെ സെറ്റായിട്ടിരിക്കും. നമുക്കിത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബമ്പറിൽ നിന്ന് പുറകോട്ട് തള്ളി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഈ ഗ്യാപ്പുള്ള ഭാഗങ്ങളിൽ നമ്മൾ MC-യിൽ വെച്ച് വെക്കുകയാണ്. MC-യിൽ നല്ലൊരു പശയാണ്. ഇത് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരിക്കലും പുറത്തോട്ട് അല്ലെങ്കിൽ പറഞ്ഞു പോകത്തില്ല. നല്ല കട്ടിയായിട്ട് നല്ല സെറ്റായിട്ട് വരുന്നുള്ളൂ. ഇതേപോലെ MC-യിൽ നന്നായിട്ട് ചേർത്ത് വെച്ച് എല്ലാ കോണുകളിലും നന്നായിട്ട് മാക്സിമം സെറ്റാക്കി വെക്കുക. ഈ MC-യിൽ 3-4 പാക്കറ്റ് മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 30 രൂപയാണ് ഒരു വലിയ മീഡിയം ഇതിന്. ഒരു 4-5 പാക്കറ്റ് വരെ മേടിക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ചേർത്ത് നമ്മുടെ ഗ്രില്ലിനോട് നന്നായിട്ട് ചേർത്ത് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഗ്രില്ല് നല്ല സെറ്റായിട്ടിരുന്നുള്ളൂ. ഒരു ഉണങ്ങാൻ 2-3 മണിക്കൂറോളം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്രില്ല് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് പെയിൻറ്റാണ് ഇപ്പോൾ അടിച്ചേക്കുന്നത്. ഇപ്പം ഇനി അടുത്ത കടമാന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രില്ല് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പം നിങ്ങൾക്ക് പെയിൻറ്റ് അടിക്കാൻ അറിയത്തില്ലെങ്കിൽ നല്ല എക്സ്പെർട്ടിനെ കൊണ്ട് പെയിൻറ്റ് ചെയ്യിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഗൈസ്, അപ്പോൾ കുറച്ച് മെനക്കെട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രില്ല്, അതായത് ബമ്പർ ഗ്രില്ല് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് മനസ്സിലായി. ഇപ്പം ഈ ബമ്പർ അഴിക്കുന്ന കാര്യങ്ങളും അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് അറിയാവുന്ന മെക്കാനിക്സ് അറിയാവുന്ന ആളെ കോൺടാക്ട് ചെയ്യുന്ന എപ്പോഴും നല്ലതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ താഴത്തെ ബമ്പർ ഗ്രില്ല് ചെയ്തപോലെ തന്നെ നമുക്ക് ഇതും അതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. അതായത് ഈ മേളത്തെ മേഷ് ഗ്രില്ല് ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പം നമുക്ക് നിസ്സാരമായിട്ട് ഇതേ പ്രൊസീജിയറിൽ തന്നെ നിസ്സാരമായിട്ട് നമുക്ക് ഇതും
ഈ സെയിം ഗ്രില്ല് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പം കുറച്ച് മെനക്കേടാണ്, നമ്മൾ കുറച്ച് നേരം മെനക്കെടണം, അത് മാത്രമേ ഉള്ളൂ, തന്നെ ചെയ്യാന്നുള്ളേ ഉള്ളൂ. വെറുതെ ക്യാഷ് ഒത്തിരി കളയേണ്ട ആവശ്യമില്ല. ഇത് ചെയ്യുന്ന 2000 താഴെ ഇതിന് 10,000 രൂപയൊക്കെ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടും നമുക്ക് ഒരേപോലെ ഗ്രില്ല് ചെയ്യാം, ഒത്തിരി പൈസ ലാഭിക്കാൻ പറ്റും. അപ്പോൾ മോഡിഫിക്കേഷൻ്റെ ഏറ്റവും പ്രധാന ഘട്ടം ഏറ്റവും കോസ്റ്റ്ലി എന്നുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതേപോലുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ദിസ് ഇസ് ജിഷ്ണു മറ്റക്കര.